അപ്പോൾ ആനുകൂല്യത്തിന്റെ കാര്യത്തിൽ അരികിവൽക്കരിക്കപ്പെടുന്നു എന്നൊരു തോന്നൽ ഉളവാകുന്ന ഒരു സാഹചര്യം നഗ്നമായി തന്നെ നിൽക്കുമ്പോൾ അവർ അതിജീവനത്തിന് വേണ്ടി സമരത്തിനിറങ്ങുന്നു. അപ്പോൾ അതിന് പിന്നിൽ അരാജക സംഘടനകളാണോ? അങ്ങനെയെങ്കിൽ ആരാണ് ആ അരാജക സംഘടനകൾ? പ്രത്യേക താല്പര്യം കാട്ടുന്ന മറ്റ് സമര നാടകമാണോ സെക്രട്ടേറിയറ്റിന് മുന്നിൽ അരങ്ങേറുന്നത് എന്ന ചോദ്യമാണ് CPM-ന്റെ പ്രധാനപ്പെട്ട നേതാവ് ഉയർത്തുന്നത്. ഈ വിഷയം പരിശോധിക്കാം. ബിന്ദു MA, ആശാ വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും അഡ്വക്കേറ്റ് ബി.എൻ. ഹസ്കർ ഇടത് സഹയാത്രികനും ചേരുന്നുണ്ട്. ശ്രീമതി ബിന്ദു, ഇന്നിപ്പോൾ CPM നേതാവ് ഇളമരം കരീം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, അതായത് പാർട്ടിയുടെ ദേശാഭിമാനിയുടെ പാർട്ടി പത്രത്തിൽ എഴുതിയ കാര്യമാണ്. നിങ്ങൾക്ക് പിന്നിൽ അരാജക ശക്തികളുണ്ട്, സംഘടനകളുണ്ട്. നിങ്ങളിപ്പോൾ നടത്തുന്ന ഒരു സമര നാടകം എന്ന നിലയിലാണ്. ശരിയാണോ അത്? അദ്ദേഹം പറഞ്ഞത് ശരിയാണോ അല്ലയോ അദ്ദേഹം പരിശോധിച്ച് നോക്കട്ടെ. സമര നാടകം എന്നൊക്കെ വിളിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് അദ്ദേഹം പരിശോധിച്ച് നോക്കണം. ഞങ്ങൾ എന്തായാലും നമ്മളുടെ ജീവൽ പ്രധാനങ്ങളായ ഡിമാൻഡുകൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ വന്നിരിക്കുന്നത്. അത് എളമരം കരീമിനെ പോലെയുള്ള കേരളത്തിലെ ഏറ്റവും തലമുതിർന്ന ട്രേഡ് യൂണിയൻ നേതാവ് തൊഴിലാളികളുടെ സമരത്തെ എങ്ങനെയാണ് പരിഗണിക്കേണ്ടുന്നത് എന്ന് അദ്ദേഹം ചിന്തിക്കണം. അദ്ദേഹത്തെ ഇപ്പോൾ ഒരാൾ ഇങ്ങനെയൊക്കെയുള്ള വില കുറഞ്ഞ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ സമരത്തെ വില കുറച്ച് കാണിക്കാൻ ശ്രമിക്കുന്നതിലൂടെ ഞങ്ങളുടെ സമരശക്തി ഓരോ ദിവസം കഴിയുന്നവരും കൂടിക്കൊണ്ടിരിക്കുകയാണ്. പൊതുജന പിന്തുണ കൂടിക്കൊണ്ടിരിക്കുകയാണ്. മറിച്ച് ഇതിലൂടെ കൂടുതൽ അപഹാസ്യരാകുകയും സമൂഹത്തിൽ വില കുറയ്ക്കപ്പെടുകയും ചെയ്യുന്നത് ആരാണ് എന്ന് അവർ പൊതുജനങ്ങളുടെ ഇടയിൽ ഒരു സർവേ നടത്തട്ടെ, അപ്പോൾ അവർക്ക് മനസ്സിലാവും. അതായത് ബിന്ദു പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം അവർ ചോദിക്കുന്നത്, നിങ്ങൾ കുറച്ച് മാത്രം ആളുകൾ മാത്രമേ സെക്രട്ടേറിയറ്റിന് മുന്നിൽ അല്ലെങ്കിൽ ഈ സമരമുഖത്തുള്ളൂ. CITUവിൻ്റെ സംഘടനയുണ്ട്, പ്രബലമായ സംഘടനയാണ്. ആ സംഘടന കഴിഞ്ഞ ആഴ്ച ബന്ധപ്പെട്ടവരുമായി ചർച്ച നടത്തി പ്രശ്നമൊക്കെ പരിഹരിച്ചതാണ്. പിന്നെ ഇത് ഒരു സമരപ്രഹസനം എന്നാണ്. അത് വസ്തുതാപരമാണോ? അത് സത്യമാണോ? അത് വസ്തുതാപരമല്ലാത്തത് കൊണ്ടാണല്ലോ ഞങ്ങൾ സമരം നടത്തുന്നത്. ദിവസം 233 രൂപ വേതനം കിട്ടുന്ന ആളുകൾക്ക് വേതനം കൂട്ടണം എന്നാവശ്യപ്പെടുന്നത് എങ്ങനെയാണ് തെറ്റായിത്തീരുന്നത്? അപ്പോൾ ഇവർ എന്ത് തരം തൊഴിലാളി യൂണിയൻ പ്രവർത്തകരാണ്? ഞങ്ങൾ ഈ സമരം ആരംഭിച്ചതിന് ശേഷം കഴിഞ്ഞ ബുധനാഴ്ച കാസർഗോഡ് വെച്ച് ഇവരുടെ CITU ആശാ യൂണിയൻ്റെ അവരുടെ സംസ്ഥാന കൗൺസിൽ മീറ്റിംഗ് നടന്നല്ലോ. ശ്രീമതി CS സുജാത ഉദ്ഘാടനം ചെയ്ത് എന്തായിരുന്നു ആ മീറ്റിങ്ങിൽ ഡിസ്കസ് ചെയ്തത്? മിനിമം വേതനം 15,000 രൂപ കൊടുക്കുക, വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കുക, വിരമിക്കൽ പ്രായം പ്രഖ്യാപിക്കുക. ഞങ്ങളെന്താ ഇവിടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്? അത് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രക്ഷോഭണം വളർത്തിയെടുക്കാനാണ് മീറ്റിംഗിൽ തീരുമാനിച്ചത്. ആശാ വർക്കേഴ്സ് ഫെഡറേഷനുമായിട്ട് അവർ കൂടിക്കാഴ്ച നടത്തി ഞങ്ങൾ ഒരു ധാരണയിൽ എത്തിയിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ബാക്കിയുള്ളവർക്കെല്ലാം പ്രശ്നമില്ല, അവരൊക്കെ ഹാപ്പിയാണെന്ന് പറയുമ്പോൾ ആ ധാരണയിൽ എന്ത് കാര്യത്തിലാണ് എത്തിയത്? ഈ CITU പിൻബലമുള്ള സംഘടന എന്താണ് ഈ സർക്കാരുമായി സംസാരിച്ചത്? അതിലെന്ത് കാര്യപ്രാപ്തിയുള്ള നിങ്ങളുടെ ഈ ദൈനംദിന ജീവിതത്തിലെ പ്രശ്നത്തിന് പരിഹാരമാകുന്ന എന്തെങ്കിലും ആ ധാരണ എന്ന് പറയുന്ന കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഞങ്ങൾ കഴിഞ്ഞ ജനുവരി 25-ാം തീയതി ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആയിരക്കണക്കിന് ആളുകൾ ഇതുപോലെ പങ്കെടുത്ത വലിയൊരു പ്രക്ഷോഭണം നടത്തി. തിരുവനന്തപുരം ജില്ലാടിസ്ഥാനത്തിൽ എല്ലായിടവും നടത്തി. അങ്ങനെ 25-ാം തീയതി തിരുവനന്തപുരത്ത് നടത്തിയത് നമ്മൾ. അന്ന് ഞങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു, ഈ ബജറ്റിൽ ആശാവർക്കർമാരെ പരിഗണിക്കുന്നില്ല എങ്കിൽ നമ്മൾ രാപ്പകൽ സമരവുമായി ബജറ്റ് 7-നാണ് വരുന്നത്, ഫെബ്രുവരി 7-ന്. അതിനുശേഷം സെക്രട്ടേറിയറ്റിന് മുന്നിൽ വരും എന്ന് ഞങ്ങൾ പ്രഖ്യാപിച്ചതിന് ശേഷമാണ് ഈ യൂണിയൻ്റെ ഇത്തരത്തിലൊരു സമരത്തെക്കുറിച്ച് നമ്മൾ കേൾക്കുന്നത്. അതിന് മുമ്പ് അങ്ങനെ ഒരു സമരം അവർ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്കറിയത്തില്ല. എന്തായാലും ആ സമരവുമായി ബന്ധപ്പെട്ട് അവർ സെക്രട്ടേറിയറ്റിന് മുന്നിലല്ല സമരം നടത്തിയത്, അവരുടെ NHM ഡയറക്ടറേറ്റിന് മുന്നിലാണ് സമരം നടത്തിയത്. ആ സമരത്തിൽ അവരെന്തോ OTP മാറ്റണമെന്നോ, ഈ ശൈലി ആപ്പിൻ്റെ OTP മാറ്റണം, പിന്നെ മാനദണ്ഡങ്ങൾ 5 പിൻവലിക്കണമെന്നൊക്കെയാണ് അവർ ആവശ്യപ്പെട്ടതെന്നാണ് അവർ പറയുന്നത്. ഞങ്ങൾക്കറിയത്തില്ല. പ്രധാനപ്പെട്ടതായിട്ട് അവിടെ പരിഗണിക്കപ്പെട്ടത് അത് ഒഴിവാക്കി കൊടുക്കുകയും ചെയ്തു. പക്ഷെ അതിനപ്പുറത്തേക്ക് നിങ്ങൾ പറയുന്ന, നിങ്ങൾക്ക് ഇപ്പോൾ നൽകുന്ന ഈ ഓണറേറിയം എന്ന വ്യവസ്ഥ, അതിലെന്തെങ്കിലും ഒരു ആശ്വാസം നൽകണമെന്ന കാര്യത്തിലൊന്നും തീരുമാനമുണ്ടായിട്ടില്ല. ഒരു തീരുമാനമായില്ല. അതിനുശേഷം ഞങ്ങളെ മിനിസ്റ്ററെ കണ്ടപ്പം മിനിസ്റ്റർ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഒരു
യൂണിയൻ്റെ ഒരു ഞങ്ങൾ ചർച്ച നടത്തിയിരുന്നു. അപ്പോൾ മാനദണ്ഡങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മുഴുവൻ മാനദണ്ഡങ്ങളും പിൻവലിക്കണമെന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടത്. ഡിസംബർ 4-ന് ഡയറക്ടറേറ്റിൽ വെച്ച് നടത്തിയ ഒരു മീറ്റിങ്ങിൽ ഈ CITUവിൻ്റെ സംസ്ഥാന സെക്രട്ടറിയും പ്രസിഡൻറ്റും ഞങ്ങൾ അവിടെ ഇരുന്ന ബാക്കി എല്ലാ യൂണിയൻ അംഗങ്ങളുടെ മുന്നിൽ വെച്ച് അവരവിടെ വെച്ച് പറഞ്ഞതാണ് ഈ മാനദണ്ഡങ്ങൾ നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഡയറക്ടറേറ്റിനെ സമീപിച്ചത് അവരാണ്. പക്ഷേ ഇപ്പം ഞങ്ങൾ ആവശ്യപ്പെടുന്നു ഈ മാനദണ്ഡങ്ങൾ പിൻവലിക്കണമെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കുക, എത്ര തൊഴിലാളി ദ്രോഹകരമായിട്ടുള്ള കാര്യമാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് നമ്മളെ കണ്ടപ്പോൾ മിനിസ്റ്റർ പറഞ്ഞത് 5 മാനദണ്ഡങ്ങൾ പൂർത്തീകരിച്ചാൽ മുഴുവൻ ഓണറേറിയം കിട്ടാനുള്ള അതിനൊരു കമ്മിറ്റിയെ രൂപീകരിച്ചിട്ടുണ്ട്. ആ കമ്മിറ്റി ഒരു പഠനം നടത്തി, ആ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ചർച്ച നടത്തി അത് എത്രത്തോളം മാറ്റാമെന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കാം എന്നാണ് മിനിസ്റ്റർ പറഞ്ഞത്. അതുപോലെ തന്നെ ഇപ്പോൾ ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ച് ഞങ്ങൾക്ക് ആലോചിക്കാൻ കഴിയില്ല, കാരണം സാമ്പത്തിക പ്രതിസന്ധിയാണ്. അതുപോലെ വിരമിക്കൽ ആനുകൂല്യം 5 ലക്ഷം രൂപ ഞങ്ങൾ ആവശ്യപ്പെട്ടു. അത് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇവിടെ സമരം നടക്കുന്നത്. ആ വിഷയത്തിലും ഒന്നും തീരുമാനമായിട്ടില്ല, ഒന്നും ഇപ്പോൾ പറയാൻ കഴിയത്തില്ല എന്നാണ് മിനിസ്റ്റർ ഞങ്ങളോട് പറഞ്ഞത്. ഇവരാരുടെ അടുത്ത് പോയാണ് ചർച്ച നടത്തിയെന്നോ എന്ത് ഡിമാൻഡാണ് നേടിയതെന്ന് നമുക്കറിയത്തില്ല. എന്തായാലും ആശാ വർക്കർമാരുടെ ജീവൽ പ്രധാനങ്ങളായ ബേസിക് ആയിട്ടുള്ള ഡിമാൻഡുകൾ ഇവിടെ നിലനിൽക്കുകയാണ്. ആ ഡിമാൻഡുകൾ ഉയർത്തിക്കൊണ്ടാണ് ഞങ്ങൾ സമരം നടത്തുന്നത്. അത് പൊടുന്നനവേ ഓടി വന്നൊരു സമരം നടത്തുക അല്ല ഞങ്ങൾ ചെയ്തത്. ഞങ്ങൾ ഓഗസ്റ്റ് 16-ാം തീയതി ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തി. DHSൽ നമ്മൾ 22 ഡിമാൻഡുകൾ അടങ്ങുന്ന നിവേദനം സമർപ്പിച്ചു. ആരോഗ്യമന്ത്രിക്ക് നൽകി. ധനകാര്യമന്ത്രി എന്തുകൊണ്ടാണ് ഈ പറയുന്ന ബാക്കിയുള്ളവരെല്ലാം ഹാപ്പിയാണ്? കാരണം ഇനിയിപ്പോൾ സമരമുഖത്തേക്ക് ഇറങ്ങുന്ന ആളുകൾ ബാക്കിയുള്ളവർ ഹാപ്പി എന്ന അർത്ഥത്തിലാണ് ഇന്ന് CITUവിൻ്റെ പ്രധാനപ്പെട്ട മുതിർന്ന നേതാവ് ഇളമരം കരീമിൻ്റെ ലേഖനം വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്. പിന്നീട് അദ്ദേഹം നൽകിയ ആ ബൈറ്റിൽ, സൗണ്ട് ബൈറ്റിൽ പോലും അദ്ദേഹം അതിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നില്ല. രാഷ്ട്രീയ പ്രേരിതമായ നീക്കത്തിൽ ഈ പറയുന്ന ആശാ വർക്കർമാരിലെ ഒരു വിഭാഗം അടിമപ്പെട്ടു. അപ്പോൾ ഇവർക്ക് മുന്നിൽ ഒരു അരാജക സംഘടനയുണ്ട്. അത് എന്ത് വസ്തുതയുടെ അടിസ്ഥാനത്തിലാണ് CPM ഇങ്ങനെ പറയുന്നത്, ഇങ്ങനെ ഒരു നിലപാടെടുക്കുന്നത്? ഭാസ്കർ, സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് എന്ന് പറയുന്ന ആശാ വർക്കർമാർ രാജ്യത്താകമാനം നിലവിൽ വന്നത് UPA സർക്കാരിൻ്റെ കാലത്തും ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപീകൃതമായിട്ടുള്ള നാഷണൽ ഹെൽത്ത് ഡയറക്ടറേറ്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സാമൂഹിക ആരോഗ്യ രംഗത്തെ പരിരക്ഷ ഉറപ്പുവരുത്തുകയും ശിശു മരണ നിരക്കുകളെ സംബന്ധിച്ചും അതുപോലെ മാതൃ ശിശു മരണ നിരക്കുകളുടെ കുറവുണ്ടാക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഇതിൻ്റെ തുടക്കം എന്നിരിക്കെ അത് ഇപ്പോൾ കേരളത്തിൽ 2011 UDF സർക്കാർ വന്ന കാലഘട്ടത്തിൽ ഇടതുപക്ഷത്തിൻ്റെ അടക്കമുള്ള ആവശ്യങ്ങൾ, ഇടതുപക്ഷത്തിൽ ഇതിലിപ്പോൾ ആശാവർക്കർമാരായിട്ടുള്ളത് കേരളത്തിൽ ഒരു 26,000-ഓളം ആളുകളാണ് ആശാവർക്കർമാരായിട്ടുള്ളതെന്നാണ് കണക്കുകൾ കൊണ്ട് കാണാൻ കഴിയുന്നത്. അതിൽ 20,000-ഓളം ആളുകളും പ്രതിദാനം ചെയ്യുന്നത് CPMൻ്റെ വർഗ ബഹുജന സംഘടനയായ CITUവിൻ്റെ സംഘടനയുടെ കീഴിലാണ്. സ്വാഭാവികമായും എന്താണ് ഇവരുടെ സമരത്തെ സംബന്ധിച്ച് CITU ഇത്തരമൊരു നിലപാടെടുക്കുന്നത് എന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. എന്തുകൊണ്ടെന്നാൽ ഈ സമരം നടത്തേണ്ടത് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിലല്ല, ഇന്ത്യയുടെ പാർലമെൻറ്റിൻ്റെ മുന്നിലാണ്. കാരണം ഏതെങ്കിലും തരത്തിൽ ഇവർ ഓണറേറിയം വർദ്ധിപ്പിക്കണമെങ്കിലോ ഇവർക്ക് വിരമിക്കൽ പ്രായപരിധി നിശ്ചയിക്കണമെങ്കിലോ അതല്ലെങ്കിൽ ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള മറ്റ് ആനുകൂല്യങ്ങൾ ശമ്പള വർധനവ് പ്രഖ്യാപിക്കണമെങ്കിലോ അത് കേന്ദ്ര സർക്കാരിന് മാത്രമേ കഴിയൂ. കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ടിൻ്റെ കീഴിൽ മാത്രം പ്രവർത്തിക്കുന്ന ഒരു മിഷനാണ് എന്നുള്ള പരമയാഥാർത്ഥ്യബോധം മനസ്സിലാക്കാതെയാണ് കുറേ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നടത്തുന്നത്. ഈ സംഘടനയിൽ ഏതെങ്കിലും അരാജകവാദി സംഘടനകളുടെ നേതാക്കന്മാർ നുഴഞ്ഞു കയറിയിട്ടുണ്ടോ എന്നുള്ളത് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്ന് ഇളമരം കരീമിൻ്റെ പ്രഖ്യാപനം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വീക്ഷണം എന്ന് പറയുന്നത് വളരെ സ്പഷ്ടമല്ലേ? അങ്ങ് ഇവർ ഉപയോഗിക്കുന്ന പോസ്റ്ററുകളും പ്ലക്കാർഡുകളും മാത്രം പരിശോധിച്ചാൽ കേരളത്തിൽ ഇതിനു മുമ്പ് ഏതൊക്കെ സമരങ്ങളിൽ ഇത്തരം പ്ലക്കാർഡുകളും പോസ്റ്ററുകളും വന്നിട്ടുണ്ട് എന്ന് പരിശോധിച്ചാൽ തന്നെ അത് മനസ്സിലാവും ഏതു തരത്തിൽ. അപ്പോൾ അവർ അതിൻ്റെ ഫോണ്ടിൻ്റെ റൈറ്റിംഗ്സിനെ സംബന്ധിച്ചും അത് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ടുള്ളതെന്ന് ശ്രീ BN ഹസ്കർ, ഇങ്ങനെ ഒരു സമരത്തിന് വേണ്ടി അവർ ഇറങ്ങുന്നത് കാരണം സമരം തുടങ്ങിയിട്ട് 14-ാം നാൾ എത്തുമ്പോഴാണ് ഈ ക്യാപ്സ്യൂളുകൾ ഇത്തരത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇത്രയും ദിവസം അങ്ങനെ ഒരു സാധനം വന്നിട്ടില്ല. അപ്പോൾ ഇത് ഒരു എന്താ പറയുക, പൊമ്പളെ ഒരുമയ സമരം നമ്മൾ കണ്ടതാണ് കേരളത്തിൽ. അപ്പോൾ ആ സമരത്തിൻ്റെ തനിയാവർത്തനം എന്ന് പറയുമ്പോൾ അന്ന് അവിടെ ഇറങ്ങിയ അതിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് ഇന്നും ജീവിച്ചിരിക്കുന്ന ഒരു മുതിർന്ന നേതാവ്, കമ്മ്യൂണിസ്റ്റ് CPMൻ്റെ ഭാഗമായി നിന്ന നേതാവിനെ മറന്നു പോകരുത്. അപ്പോൾ ഒരു സമരം സായിയായി ഉണ്ടാകുമ്പോൾ അവിടെ പല രീതിയിലുള്ള പിന്തുണകൾ പൊതുസമൂഹത്തിൽ നിന്നൊക്കെ ഉണ്ടാകാം. അവിടെ ഈ പറയുന്ന പ്രതിപക്ഷം കൂട്ടുചേർന്നേക്കാം, ഇല്ലെങ്കിൽ അതൊരു പ്രതിപക്ഷമേ അല്ല, അതൊരു പൊതുപ്രവർത്തകരെയായി മാറില്ല. അപ്പോൾ അതിനെയെല്ലാം ഒരു അരാജക സംഘടനയെന്ന് എങ്ങനെ അഡമൻ്റായിട്ട് അങ്ങ് കാടടച്ച് വെടിവെക്കുന്ന രീതി പറയാൻ കഴിയും ഭാസ്കർ? അങ്ങനെ എങ്ങനെ കഴിയുന്നു? നമുക്ക് പരമ്പരാഗത
പ്രതീക്ഷ അതിനകത്തൊരു പരമ്പരാഗതമായിട്ടുള്ള വർഗ ബഹുജന സംഘടനകളുടെ കാഴ്ചപ്പാടുകളിൽ നിന്നും തൊഴിലാളി സംഘടനകൾ കെട്ടിപ്പടുത്തണം എങ്ങനെയെന്നുള്ളതൊരു ഇടതുപക്ഷവും കമ്മ്യൂണിസ്റ്റുമായിട്ടുള്ള രീതികളുണ്ട്, ആ വീക്ഷണകോണുകളുണ്ട്. ആ വീക്ഷണകോണുകളിൽ നിന്നും വ്യത്യസ്തമായി വന്നിട്ടുള്ള സമരങ്ങളാണ് പെമ്പിളി ഒരുമ സമരവും അതുപോലെ ഇപ്പോൾ ആശാവർക്കർമാരുടേതായി തിരുവനന്തപുരത്തുള്ള സമരം. വളരെ ന്യായമായ ആവശ്യങ്ങൾ തന്നെയാണ് അവർ ഉന്നയിക്കുന്നത്. അവരുടെ സേവന വേതന വ്യവസ്ഥകളെ സംബന്ധിച്ച് സംസ്ഥാന സർക്കാരിന് ഒന്നും ചെയ്യാനാവില്ലെന്ന യാഥാർത്ഥ്യബോധം ഉൾക്കൊള്ളാതെയാണ് അവർ ആ സമരത്തിൽ ഇറങ്ങിയിട്ടുള്ളതെങ്കിലും അവരുടെ സേവനവും അവരുടെ ഈ ഒഴിവുകേടും അല്ലെങ്കിൽ ഈ പറയുന്ന പോംവഴികളും ഉപമകളും അലങ്കാരങ്ങളും ഒന്നും ഈ പറയുന്ന ഇത്രയും വരുന്ന ആളുകൾ മാറി നിൽക്കുന്ന ആരും പറയുന്നല്ലോ. അല്ലെങ്കിൽ അവർക്ക് പറയാമല്ലോ, ഈ പറയുന്ന ഒരു വിഭാഗം മാത്രമേ ഉള്ളെങ്കിൽ ബാക്കി വരുന്ന ആളുകൾക്കും പറയാം ഞങ്ങൾ ഈ സമരത്തിന്റെ ഭാഗമല്ല, ഇവരൊക്കെ സമരം നടത്തേണ്ട അങ്ങ് ഡൽഹിയിലാണ് എന്നൊരു ആശാ വർക്കർമാരോ അവരെ പ്രതിദാനം ചെയ്യുന്ന CATU സംഘടനാ നേതാക്കൾ പോലും സ്പഷ്ടമായി വന്ന് പുറത്തേക്ക് പറയുന്നില്ലല്ലോ. നിങ്ങൾ മാധ്യമങ്ങൾക്കെതിരെയും ആ ലേഖനത്തിൽ ഒരു വലിയ വിമർശനമുണ്ട്. നാഷണൽ ഹെൽത്ത് മിഷൻ ഡയറക്ടറേറ്റിൻ്റെ മുന്നിൽ CITUവിൻ്റെ സംഘടന നടത്തിയിട്ടുള്ള 2 ദിവസത്തെ സമരം ഉണ്ടായിരുന്നു. ആ അവകാശങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഇതേ ആശാവർക്കർമാരുടെ സമരമാണ്. എത്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു, എത്ര മിനിറ്റ് നിങ്ങൾ ഏതെങ്കിലും അത് വേറൊരു വിഷയം. ശ്രീ ഹസ്കർ, ഞാൻ ചോദിച്ചതല്ല, നിങ്ങൾ പറയുന്നത് അങ്ങാണ് സമരം നടത്തിയെങ്കിൽ 14 ദിവസത്തിനിടയിൽ ഇവരുടെ ഇടയിൽ നിന്നും നിങ്ങൾ അനുഭാവം പുലർത്തുന്ന ഈ ഫെഡറേഷന്റെ ഭാഗമായി ഈ സമരത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഇവരുടെ ആവശ്യം ന്യായമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആരും ഞങ്ങൾക്ക് ബൈറ്റ് തന്നിട്ടില്ല. അങ്ങനല്ല, നിശ്ചയമായും ഇവരുടെ ആവശ്യം ന്യായമായത് തന്നെയാണ്, ഒരു സംശയമില്ല. അവരുടെ സമരം അനിയന്ത്രിതമായിട്ട് നടത്തേണ്ടതാണ്. ആ സമരം നടത്തുന്ന വേദി തെറ്റിപ്പോയി എന്നുള്ളതാണ് എൻ്റെ പക്ഷം. അവരാവശ്യപ്പെടുന്നത് അവർക്ക് 7000 രൂപ ഓണറേറിയം വെച്ചുകൊണ്ട് നമ്മുടെ നാട്ടിൽ എങ്ങനെ ജീവിക്കാൻ കഴിയും? എൻ്റെയും സഹോദരിമാരും അമ്മമാരുമായിട്ടുള്ള ആളുകളാണ് ഈ ആശാവർക്കർമാരായിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായും അവർക്ക് 7000 രൂപ ഓണറേറിയം വെച്ചുകൊണ്ടും ഇൻസെൻറ്റീവായി കിട്ടുന്ന 13,600 വരെ കിട്ടുന്ന ആശാവർക്കർമാരുണ്ട്. കണക്കുകൾ നമ്മുടെ മുന്നിലുണ്ട്. ചിലപ്പോൾ അവർ നിഷേധിക്കും, ഞങ്ങൾക്ക് അത്രയും ലഭിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നിഷേധിക്കുന്നവരുണ്ടാവാം. പക്ഷേ 13 അക്കൗണ്ടിലൂടെയാണ് ഈ പണമെല്ലാം കൈമാറിയിട്ടുള്ളതിൻ്റെ കണക്കുകൾ സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അത് മാത്രമല്ല, കേന്ദ്രം 468 കോടി രൂപ കുടിശ്ശികയാക്കിയിരിക്കുക തന്നിട്ടില്ല. സംസ്ഥാന സർക്കാർ ഇപ്പോൾ കൊടുത്തിട്ടുള്ള 2 മാസത്തെ ഓണറേറിയം സംസ്ഥാന സർക്കാർ സ്വന്തം ഖജനാവിൽ തനത് ഫണ്ടിൽ നിന്നാണ് എടുത്തു കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അത് ഈ സമരം മുന്നിൽ കണ്ടുകൊണ്ടല്ല. ഈ 26,000-ഓളം വരുന്ന ആശാ വർക്കർമാരുടെ ജീവിതാവസ്ഥ കണ്ട് ബോധ്യപ്പെട്ട് മനസ്സിലാക്കിയിട്ടാണ് സംസ്ഥാന സർക്കാർ അത് ചെയ്യാൻ തയ്യാറായിട്ടുള്ളത്. 7,000 രൂപ ഓണറേറിയമായി വർദ്ധിപ്പിച്ചത് ഏത് ഗവൺമെൻറ്റാണ്? അത് പരിശോധിക്കണ്ടേ? UDFിൻ്റെ കാലത്ത് 3,000 രൂപയായിരുന്നത് ഇന്നിപ്പോൾ 7,000 രൂപയെ വർദ്ധിപ്പിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റല്ലേ, പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന ഗവൺമെൻറ്റല്ലേ? അത് മനസ്സിലാക്കണ്ടേ ഈ ആശാ വർക്കർ? സമരത്തിന് ഇറങ്ങുന്നതിന് മുമ്പ് അതുകൊണ്ടാണ് പറയുന്നത് ഇത് രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള സമരമാണ്. UDFിൻ്റെ നേതാക്കന്മാർക്കും പ്രതിപക്ഷ നേതാവും സമരമെന്ന് കേൾക്കുമ്പോഴേ അവിടെ പോയിരിക്കും. കാര്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഏതൊക്കെ തരത്തിൽ അവഹേളിക്കാൻ അവസരം ലഭിക്കുകയോ ആ അവസരങ്ങളെല്ലാം പാഴാക്കാതിരിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നവരാണ് അവർ. എന്നാൽ യാഥാർത്ഥ്യ ബോധം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ഒരുമിച്ച് സമരം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. യാഥാർത്ഥ്യ ബോധം ഉൾക്കൊണ്ടുകൊണ്ട് കേന്ദ്രത്തിൻ്റെ മുന്നിൽ, പാർലമെന്റിന് മുന്നിൽ സമരം ചെയ്യാൻ ഈ ആശാ വർക്കർമാർ തയ്യാറാണോ എന്നുള്ളതാണ് പ്രശ്നം. അവർക്ക് ആവശ്യം അത്തരത്തിലല്ല. മാധ്യമങ്ങളുടെ ശ്രദ്ധ വരുന്ന തരത്തിൽ സംസ്ഥാന ഗവൺമെൻറ് അവഹേളിക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ കൊടുക്കാനുള്ളത് എന്ന അർത്ഥത്തിലാണ്. ബഡ്ജറ്റിലൊന്നും ഇത് നിശ്ചയിക്കാനാവില്ല. കാര്യം സംസ്ഥാന സർക്കാർ നിയോഗിച്ചിട്ടുള്ള പ്രവർത്തകരല്ല ഈ ആശാ വർക്കർമാർ. അവർ തൊഴിലാളിയുടെ തൊഴിലാളി എന്ന നിർവചനത്തിൽ മിനിമം വേജസ് ആക്ടിൻ്റെ പരിധിയിൽ പോലും വരില്ല. എന്നിരുന്നാലും അവർക്ക് അർഹമായ പ്രാതിനിധ്യം നൽകണമെന്നേ, അവർക്ക് അർഹമായ കൂലി നൽകണമെന്ന് തന്നെ നിലപാട് തന്നെയാണ് ഇടതുപക്ഷത്തിനുള്ളത്. ഒരു സംശയം. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, വലിയ രീതിയിലുള്ള ഈ പദാവലികളും ഇക്വേഷൻസ് ഒക്കെ ഇവരുടെ കാര്യത്തിൽ നിങ്ങൾ ഭരണത്തിൽ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്നില്ല എന്നൊരു വളരെ പ്രധാനപ്പെട്ട ആശയമുണ്ട്. പ്രതിപക്ഷത്തായിരുന്നു എങ്കിൽ എന്തായിരുന്നു കോലാഹലം എന്നും നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ശ്രീമതി ബിന്ദു, ഇപ്പോൾ ഇളമരങ്ങരിയും ആവർത്തിച്ചിരിക്കുന്ന ഒരു അവഹേളനം പാട്ടപ്പിരിവുകാരുടെ സംഘടനയാണ് ഇപ്പോൾ സമരം നടത്തുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ശരിയാണോ? സമയക്കുറവുണ്ട്, ചുരുക്കി മറുപടി. അതെ, ഞാൻ ആദ്യമേ ഇത്രയും നേരം അഡ്വക്കേറ്റ് ഹസ്കർ സംസാരിച്ചതിനെ കുറിച്ച് 2 വാക്ക് സംസാരിക്കും. അതായത് എനിക്ക് തോന്നുന്നത് സഖാവ് ഹസ്കർ കുറച്ചും കൂടി ഒരു ഹോംവർക്ക് ചെയ്തിട്ട് ചർച്ചയ്ക്ക് വന്നിരിക്കണം. അദ്ദേഹം പറയുന്നതിനകത്ത് തന്നെ വളരെ വലിയ വൈരുദ്ധ്യങ്ങളുണ്ട്.
കേന്ദ്ര ഗവൺമെൻറ് ഒരു പദ്ധതിയാണ്, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അടുത്ത് സമരത്തിന് പോകണം എന്ന് പറയുമ്പോൾ അത് അടുത്ത സെൻറ്റൻസിൽ പറയാണ് സംസ്ഥാനത്ത് പിണറായി വിജയൻ സർക്കാരാണ് 7000 രൂപ ഓണറേറിയം വർദ്ധിപ്പിച്ചു കൊടുത്തത്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അടുത്ത് പോകുന്നത്? ഓണറേറിയം ചോദിക്കേണ്ടുന്ന സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അടുത്തല്ലേ? ഇതെന്തറിഞ്ഞിട്ടാണ് ഈ വന്നിരിക്കുന്നത്? 60% 40% കോൺട്രിബ്യൂഷൻ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും. അപ്പോൾ സംസ്ഥാനത്തിന്റെ വിഹിതം വർദ്ധിപ്പിച്ചതാണ് സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ്. സ്റ്റേറ്റ് ഗവൺമെൻറ്റിനോടല്ലേ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനോടല്ലേ ഞങ്ങൾ ഓണറേറിയം വർദ്ധിപ്പിക്കാൻ ആവശ്യപ്പെടേണ്ടുന്നത്? അപ്പോൾ ചർച്ച ചെയ്ത് അതിൻ്റെ ഡിമാൻഡിലേക്ക് വരുമ്പോഴത്തേക്ക് ഡിമാൻഡ് ന്യായയുക്തമാണ്, ശരിയാണ്, സമരം ശരിയാണെന്ന് പറയും. മറിച്ച് അല്ലാതെ കുറച്ച് എഴുതി വെച്ചിരിക്കുന്ന തിരക്കഥകളുണ്ട്. ആ തിരക്കഥകൾ ഇങ്ങനെ 1 by 1 ആയിട്ട് ഇത് ഈ ഹസ്കർ മാത്രമല്ല, പ്രകാശം മാസ്റ്ററും പിന്നെ ഇവരുടെ ആരാണ്ടൊക്കെ ചർച്ചയ്ക്ക് പോയ ആളാണ്. ഇതേ തിരക്കഥ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മുകളിൽ നിന്ന് ക്യാപ്സൂൾ പരുവത്തിലാക്കി കൊടുത്തിരിക്കുകയാണ്. ഈ നേതാക്കന്മാർ പോയി കുറച്ച് ഹോംവർക്ക് ചെയ്തിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആശാവർക്കന്മാർ നേതാക്കന്മാരുണ്ടെങ്കിൽ പറഞ്ഞു വിടും, നമ്മൾ ഡിസ്കസ് ചെയ്യാം എന്താണ് വിഷയം എന്നുള്ളത്. പിന്നെ മറ്റൊന്ന്, പാട്ടപ്പിരിവുകാരാണോ പാട്ട വെച്ച് പിരിക്കാത്തവരാണോ എന്നൊക്കെ സമരം നടത്തുന്നവർ നോക്കിക്കോളാം. 20,000 മെമ്പർഷിപ്പ് ഉണ്ടെന്ന് വിചാരിച്ച് അവർക്ക് മാത്രമേ നാട്ടിൽ സമരം ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെയൊന്നും അല്ലല്ലോ. ഈ 20,000-ത്തിൻ്റെ മേന്മ പറയുന്ന ആളുകൾ KSRTCയിൽ ഇപ്പോഴും വലിയ യൂണിയൻ CITU ആണല്ലോ. എന്താണ് KSRTCയിലെ ജീവനക്കാർക്ക് കോടതി ഇടപെട്ടിട്ട് 45 ദിവസം കൂടുമ്പോൾ 15 ദിവസത്തെ ശമ്പളം കൊടുക്കുന്നത്? KSRTC പെൻഷൻകാരൻ എന്തിനാണ് സമരം ചെയ്യാൻ വരുന്നത്? ഇവിടെ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധിയിൽ അംശാദാവായ അടച്ച ക്ഷേമനിധി തൊഴിലാളികൾക്ക് 1.5 വർഷമായി പെൻഷൻ കിട്ടിയിട്ട്. നിങ്ങളുടെ സംഘടനയാണല്ലോ ഈ വലിയ ആന വലിപ്പത്തിലിരിക്കുന്ന CITU ആണല്ലോ വലിയ യൂണിയന്. എന്താണ് സമരം നടത്തി ആ പാവപ്പെട്ട തൊഴിലാളികൾ അവൻ്റെ അധ്വാനത്തിൻ്റെ കാലഘട്ടത്തിൽ അടച്ച പണം കൊണ്ട് പിന്നെ കരുവന്ന ബാങ്കിലും മറ്റേ ബാങ്കിലും മറിച്ച ബാങ്കിലും കള്ളക്കളി നടത്തിയിട്ട് അതിന്റെ കടം വീട്ടാൻ വേണ്ടിയിട്ട് ഈ ക്ഷേമനിധിയൊക്കെ കാശ് എടുത്തിട്ട് അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയല്ലേ. സമയക്കുറവുള്ളതുകൊണ്ടാണ് എന്തായാലും ആര് കഥയും തിരക്കഥയും എഴുതിയാലും ഈ അരവയറുമായി സമരത്തിറങ്ങിയ ആളുകളെ അതിൽ കഥാപാത്രമാക്കാതിരുന്നാൽ മതിയെന്ന അപേക്ഷ മാത്രം